വെൽക്കം ടു വൈൽഡ് മെലോ. ഇന്നത്തെ വീഡിയോ 2025 ഒക്ടോബർ മാസം PSC ബുള്ളറ്റിന്റെ 2 ലക്കങ്ങളിലും പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. പൂർണ്ണമായും സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ പാർക്ക് അനോഖി ദുനിയ ഉത്തർപ്രദേശിലെ ഗുജറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായും സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ പാർക്ക് അനോഖി ദുനിയ ഉത്തർപ്രദേശിലെ ഗുജറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോയുടെ കരട് പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ സ്ഥലം വർക്കല കുന്നുകൾ. യുനെസ്കോയുടെ കരട് പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ സ്ഥലം വർക്കല കുന്നുകൾ. ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ്. പരാജയപ്പെടുത്തിയത് പാകിസ്ഥാനെ 5 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. വേദി ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം. ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ്. പരാജയപ്പെടുത്തിയത് പാകിസ്ഥാനെ 5 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. വേദി ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം. സുബ്രതോ കപ്പ് അന്താരാഷ്ട്ര സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിൽ ജൂനിയർ ആൺകുട്ടികളുടെ അണ്ടർ 17 വിഭാഗത്തിൽ കിരീടം നേടിയത് കോഴിക്കോട് ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ. സുബ്രതോ കപ്പ് അന്താരാഷ്ട്ര സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിൽ ജൂനിയർ ആൺകുട്ടികളുടെ അണ്ടർ 17 വിഭാഗത്തിൽ കിരീടം നേടിയത് കോഴിക്കോട് ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. പരാജയപ്പെടുത്തിയത് അമിറ്റി CBSE സ്കൂൾ, ഉത്തരാഖണ്ഡ്. ബാലൺദ്യോർ പുരസ്കാരം ലഭിച്ച ഫ്രഞ്ച് ഫുട്ബോൾ താരം ഒസുമാനെ ടെമ്പലെ. ബാലൺദ്യോർ പുരസ്കാരം ലഭിച്ച ഫ്രഞ്ച് ഫുട്ബോൾ താരം ഒസുമാനെ ടെമ്പലെ. വനിതാ താരത്തിനുള്ള ബാലൺദ്യോർ പുരസ്കാരം ലഭിച്ച സ്പാനിഷ് താരം എയ്റ്റാന ബോൺമാറ്റി. വനിതാ താരത്തിനുള്ള ബാലൺദ്യോർ പുരസ്കാരം ലഭിച്ച സ്പാനിഷ് താരം എയ്റ്റാനോ ബോൺമാറ്റി. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിന്റെ വേഗമേറിയ സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും നേടി റെക്കോർഡിട്ടത് സ്മൃതി മസ്താന. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിന്റെ വേഗമേറിയ സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും നേടി റെക്കോർഡിട്ടത് സ്മൃതി മസ്താന. വനിതാ ഏകദിനത്തിൽ ലോകത്തിൽ വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറിയും നേടിയത് സ്മൃതി മസ്താന. വനിതാ ഏകദിനത്തിൽ ലോകത്തിൽ വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറിയും നേടിയത് സ്മൃതി മസ്താന. പോൾവാൾട്ടിൽ 14ാം തവണയും ലോക റെക്കോർഡിട്ട സ്വീഡിഷ് താരം അർമാൻ ഡുപ്ലാന്റിസ്. പോൾവാൾട്ടിൽ 14ാം തവണയും ലോക റെക്കോർഡിട്ട സ്വീഡിഷ് താരം അർമാൻ ഡുപ്ലാന്റിസ്. ഫിഡെ വനിതാ ഗ്രാൻഡ് സ്വിസ് ചെസ്സിൽ ജേതാവായത് ആർ വൈശാലി. ഫിഡെ വനിതാ ഗ്രാൻഡ് സ്വിസ് ചെസ്സിൽ ജേതാവായത് ആർ വൈശാലി. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ജപ്പാനിലെ ടോക്കിയോ. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ജപ്പാനിലെ ടോക്കിയോ. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയത് അമേരിക്ക. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയത് അമേരിക്ക. 15ാം വയസ്സിൽ ചെസ് അന്താരാഷ്ട്ര മാസ്റ്റർ പദവി സ്വന്തമാക്കിയ തൃശൂർ സ്വദേശിനി കല്യാണി സിരിൻ. 15ാം വയസ്സിൽ ചെസ് അന്താരാഷ്ട്ര മാസ്റ്റർ പദവി സ്വന്തമാക്കിയ തൃശൂർ സ്വദേശിനി കല്യാണി സിരിൻ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് മിഥുൻ മൻഹാസ്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് മിഥുൻ മൻഹാസ്. മൗണ്ട് ഫുജി കീഴടക്കിയ 102 വയസ്സുള്ള ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന നേട്ടം കൈവരിച്ചത് കൊക്കിച്ചി അഗുസാവ. മൗണ്ട് ഫുജി കീഴടക്കിയ 102 വയസ്സുള്ള ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന നേട്ടം കൈവരിച്ചത് കൊക്കിച്ചി അഗുസാവ. 2026 ഓസ്കാറിൽ രാജ്യാന്തര ഫീച്ചർ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഹിന്ദി ചലച്ചിത്രം ഹോം ബൗണ്ട്. 2026 ഓസ്കാറിൽ രാജ്യാന്തര ഫീച്ചർ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഹിന്ദി ചലച്ചിത്രം ഹോം ബൗണ്ട്. 2023 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ശിശുമരണം നിരക്കുള്ള സംസ്ഥാനം മണിപ്പൂർ. 2023 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം മണിപ്പൂർ. 125 വർഷമെടുത്ത് തിരിച്ചറിഞ്ഞ പുതിയ ഇനം ഡൈനസോറിന് സർ ഐസക് ന്യൂട്ടന്റെ സ്മരണാർത്ഥം നൽകിയ പേര് ന്യൂട്ടൺ സോറസ് കാംബ്രൻസിസ്. 125 വർഷമെടുത്ത് തിരിച്ചറിഞ്ഞ പുതിയ ഇനം ഡൈനസോറിന് സർ ഐസക് ന്യൂട്ടന്റെ സ്മരണാർത്ഥം നൽകിയ പേര് ന്യൂട്ടൺ സോറസ് കാംബ്രൻസിസ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാന്റിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥാപിക്കപ്പെട്ടതെവിടെ? ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കൈലാസഗിരിക്ക് മുകളിലാണ് സ്ഥാപിക്കപ്പെട്ടത്. 55 മീറ്റർ ആണ് നീളം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാന്റിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥാപിക്കപ്പെട്ടതെവിടെ? ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കൈലാസഗിരിക്ക് മുകളിലാണ് സ്ഥാപിക്കപ്പെട്ടത്. 55 മീറ്റർ ആണ് നീളം.
ഇന്ത്യൻ നേവി ഗുരുഗ്രാമിൽ കമ്മീഷൻ ചെയ്ത നേവൽ ബേസ് INS അരാവലി. ഇന്ത്യൻ നേവി ഗുരുഗ്രാമിൽ കമ്മീഷൻ ചെയ്ത നേവൽ ബേസ് INS അരാവലി. നേപ്പാളിലെ ഇടക്കാല പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് സുശീല കർക്കി. നേപ്പാളിലെ ഇടക്കാല പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് സുശീല കർക്കി. നേപ്പാൾ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിതയും രാജ്യത്തെ ആദ്യത്തെ വനിതാ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായ വ്യക്തി സുശീല കർക്കി. നേപ്പാൾ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിതയും രാജ്യത്തെ ആദ്യത്തെ വനിതാ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായ വ്യക്തി സുശീല കർക്കി. ക്യാൻസറിന് റഷ്യ വികസിപ്പിച്ച വാക്സിന്റെ പേര് എൻഡറോമിക്സ്. ക്യാൻസറിന് റഷ്യ വികസിപ്പിച്ച വാക്സിന്റെ പേര് എൻഡറോമിക്സ്. ലോകത്തെ ആദ്യ AI മന്ത്രിയെ യാഥാർത്ഥ്യമാക്കിയ രാജ്യം അൽബേനിയ. ലോകത്തെ ആദ്യ AI മന്ത്രിയെ യാഥാർത്ഥ്യമാക്കിയ രാജ്യം അൽബേനിയ. ലോകത്തെ ആദ്യ AI മന്ത്രിയുടെ പേര് ഡിയേല. ലോകത്തെ ആദ്യ AI മന്ത്രിയുടെ പേര് ഡിയേല. അടുത്തിടെ അന്തരിച്ച അമേരിക്കൻ ചലച്ചിത്ര ഇതിഹാസം റോബർട്ട് റെഡ്ഫണ്ട്. അടുത്തിടെ അന്തരിച്ച അമേരിക്കൻ ചലച്ചിത്ര ഇതിഹാസം റോബർട്ട് റെഡ്ഫണ്ട്. അടുത്തിടെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുൻ നിയമസഭാ സ്പീക്കറുമായിരുന്ന വ്യക്തി PP തങ്കച്ചൻ. അടുത്തിടെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുൻ നിയമസഭാ സ്പീക്കറുമായിരുന്ന വ്യക്തി PP തങ്കച്ചൻ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത കന്നഡ നോവലിസ്റ്റ് SL ഭൈരപ്പ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത കന്നഡ നോവലിസ്റ്റ് SL ഭൈരപ്പ. അടുത്തിടെ അന്തരിച്ച ഇതിഹാസ ഇംഗ്ലീഷ് ക്രിക്കറ്റ് അമ്പയർ ഹരോൾഡ് ഡിഗ്ബെഡ്. അടുത്തിടെ അന്തരിച്ച ഇതിഹാസ ഇംഗ്ലീഷ് ക്രിക്കറ്റ് അമ്പയർ ഹരോൾഡ് ഡിഗ്ബെഡ്. അടുത്തിടെ ഡ്രൈവിംഗിനിടെയുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട അസമീസ് ബോളിവുഡ് ഗായകൻ സുബിൻ ഗാർഗ് സ്കൂബ. അടുത്തിടെ ഡ്രൈവിംഗിനിടെയുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട അസമീസ് ബോളിവുഡ് ഗായകൻ സുബിൻ ഗാർഗ് സ്കൂബ. ഇന്ത്യയിലെ ആദ്യ മുളയധിഷ്ഠിത ബയോ എഥനോൾ പ്ലാന്റ് സ്ഥാപിതമായതെവിടെ? അസമിലെ ഗോലാഘട്ട്. ഇന്ത്യയിലെ ആദ്യ മുളയധിഷ്ഠിത ബയോ എഥനോൾ പ്ലാന്റ് സ്ഥാപിതമായതെവിടെ? അസമിലെ ഗോലാഘട്ട്. സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ആദരം ലഭിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷൻ. സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ആദരം ലഭിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷൻ. കേരള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള നീല സമ്പദ് വ്യവസ്ഥ കോൺക്ലേവ് നടന്നത് എവിടെയാണ്? തിരുവനന്തപുരം. കേരള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള നീല സമ്പദ് വ്യവസ്ഥ കോൺക്ലേവ് നടന്നത് എവിടെ? തിരുവനന്തപുരം. ബുക്കർ പുരസ്കാരത്തിനുള്ള അന്തിമ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ കിരൺ ദേശായിയുടെ കൃതി ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. ബുക്കർ പുരസ്കാരത്തിനുള്ള അന്തിമ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ കിരൺ ദേശായിയുടെ കൃതി ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. കവി BK ഹരിനാരായണൻ രചിച്ച MS സുബ്ബലക്ഷ്മിയുടെ ജീവചരിത്രം ശിവം ശുഭം ദ ബയോഗ്രാഫി ഓഫ് എ കപ്പിൾ. കവി BK ഹരിനാരായണൻ രചിച്ച MS സുബ്ബലക്ഷ്മിയുടെ ജീവചരിത്രം ശിവം ശുഭം ദ ബയോഗ്രാഫി ഓഫ് എ കപ്പിൾ. സംസ്ഥാനത്തെ യൂട്യൂബ് ചാനലുകൾക്ക് ലൈസൻസ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടക. സംസ്ഥാനത്തെ യൂട്യൂബ് ചാനലുകൾക്ക് ലൈസൻസ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടക. ദേശീയ ബഹുമതിയായ സ്വദേശ് സമ്മാൻ നേടിയ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ് KSFE. ദേശീയ ബഹുമതിയായ സ്വദേശ് സമ്മാൻ നേടിയ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ് KSFE. കേരള അർബൻ കോൺക്ലേവിന് വേദിയായത് കൊച്ചി. കേരള അർബൻ കോൺക്ലേവിന് വേദിയായത് കൊച്ചി. 2025 അന്താരാഷ്ട്ര പരിസ്ഥിതി കോൺക്ലേവ് നടന്നതെവിടെ? അങ്കമാലി. 2025 അന്താരാഷ്ട്ര പരിസ്ഥിതി കോൺക്ലേവ് നടന്നതെവിടെ? അങ്കമാലി. ഇന്ത്യ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയ മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാങ്കുല. ഇന്ത്യ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയ മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാങ്കുല. അമേരിക്കയുടെ പ്രതിരോധ വകുപ്പിന്റെ പുതിയ പേര് യുദ്ധവകുപ്പ്. അമേരിക്കയുടെ പ്രതിരോധ വകുപ്പിന്റെ പുതിയ പേര് യുദ്ധവകുപ്പ്. ക്ലാസ് മുറികളിൽ സ്മാർട്ട് ഫോൺ നിരോധിച്ച രാജ്യം ദക്ഷിണാഫ്രിക്ക. ക്ലാസ് മുറികളിൽ സ്മാർട്ട് ഫോൺ നിരോധിച്ച രാജ്യം ദക്ഷിണാഫ്രിക്ക. ഇന്ത്യ ഇന്റർനാഷണൽ ടീ കൺവെൻഷൻ നടന്നതെവിടെ? കൊച്ചി. ഇന്ത്യ ഇന്റർനാഷണൽ ടീ കൺവെൻഷൻ നടന്നതെവിടെ? കൊച്ചി. ഡോക്ടർ K. ആശ രചിച്ച മാധവിക്കുട്ടിയുടെ ജീവചരിത്രം മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ. ഡോക്ടർ K. ആശ രചിച്ച മാധവിക്കുട്ടിയുടെ ജീവചരിത്രം മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ. മഹാരാഷ്ട്ര ഗവർണറായി നിയമിതനായത് ആചാര്യ ദേവവ്രത്. മഹാരാഷ്ട്ര ഗവർണറായി നിയമിതനായത് ആചാര്യ ദേവവ്രത്. മിസ് കേരള 2025 തെരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീനിധി സുരേഷ്. മിസ് കേരള 2025 തെരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീനിധി സുരേഷ്. ഫ്രഞ്ച് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് സെബാസ്റ്റ്യൻ ലെകോർണോ.
ഫ്രഞ്ച് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് സെബാസ്റ്റ്യൻ ലെകോർണോ. ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണറായി നിയമിതനായത് പവൻ കുമാർ ശർമ്മ. ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണറായി നിയമിതനായത് പവൻ കുമാർ ശർമ്മ. കുവൈറ്റിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് പരമിത ത്രിപാഠി. കുവൈറ്റിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് പരമിത ത്രിപാഠി. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് വിവേക് ഗുപ്ത. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് വിവേക് ഗുപ്ത. അക്രമകാരിയായ വന്യജീവിയെ കൊല്ലാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരം നൽകുന്ന വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവന്ന സംസ്ഥാനം കേരളം. അക്രമകാരികളായ വന്യജീവിയെ കൊല്ലാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരം നൽകുന്ന വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവന്ന സംസ്ഥാനം കേരളം. ഇത്തവണത്തെ ലോക സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരതയെ പ്രോത്സാഹിപ്പിക്കുക. ഇത്തവണത്തെ ലോക സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരതയെ പ്രോത്സാഹിപ്പിക്കുക. യുഎന്നിലെ യുഎസ് സ്ഥാനപതിയായി നിയമിതനായത് മൈക്ക് വാട്സ്. യുഎന്നിലെ യുഎസ് സ്ഥാനപതിയായി നിയമിതനായത് മൈക്ക് വാട്സ്. ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തിയ SUV കാറുകൾ കണ്ടെത്താൻ കസ്റ്റംസും EDയും നടത്തിയ സംയുക്ത അന്വേഷണം ഓപ്പറേഷൻ നുംഖോർ. ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തിയ SUV കാറുകൾ കണ്ടെത്താൻ കസ്റ്റംസും EDയും നടത്തിയ സംയുക്ത അന്വേഷണം ഓപ്പറേഷൻ നുംഖോർ. തീരസംരക്ഷണ സേനയുടെ 5ാമത് ആഗോള ഉച്ചകോടി 2027 നടക്കുന്നതെവിടെ? ചെന്നൈ. തീരസംരക്ഷണ സേനയുടെ 5ാമത് ആഗോള ഉച്ചകോടി 2027 നടക്കുന്നതെവിടെ? ചെന്നൈ. 2023-24 ആർദ്ര കേരളം പുരസ്കാരത്തിൽ 1ാം സ്ഥാനം നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ: ജില്ലാ പഞ്ചായത്ത് ഇടുക്കി, മുനിസിപ്പാലിറ്റി ഗുരുവായൂർ, കോർപ്പറേഷൻ തിരുവനന്തപുരം, ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തി എറണാകുളം, ഗ്രാമപഞ്ചായത്ത് വെള്ളിനേഴി പാലക്കാട്. 2023-24 ആർദ്ര കേരളം പുരസ്കാരത്തിൽ 1ാം സ്ഥാനം നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ: ജില്ലാ പഞ്ചായത്ത് ഇടുക്കി, മുനിസിപ്പാലിറ്റി ഗുരുവായൂർ, കോർപ്പറേഷൻ തിരുവനന്തപുരം, ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തി എറണാകുളം, ഗ്രാമപഞ്ചായത്ത് വെള്ളിനേഴി പാലക്കാട്. 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മോഹൻലാൽ. 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മോഹൻലാൽ. കൊറിയയിലെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയായ പാക് ക്യോങ്നി പുരസ്കാരം ലഭിച്ച ജ്ഞാനപീഠ ജേതാവ് അമിതാവ് ഘോഷ്. കൊറിയയിലെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയായ പാക് ക്യോങ്നി പുരസ്കാരം ലഭിച്ച ജ്ഞാനപീഠ ജേതാവ് അമിതാവ് ഘോഷ്. മുൻ പ്രധാനമന്ത്രി PV നരസിംഹ റാവുവിന്റെ പേരിലുള്ള പുരസ്കാരം ലഭിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. മുൻ പ്രധാനമന്ത്രി PV നരസിംഹ റാവുവിന്റെ പേരിലുള്ള പുരസ്കാരം ലഭിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. അയനം CV ശ്രീരാമൻ കഥാ പുരസ്കാരം ലഭിച്ചത് S. സിത്താര. അയനം CV ശ്രീരാമൻ കഥാ പുരസ്കാരം ലഭിച്ചത് S. സിത്താര. ഇന്ത്യൻ മീഡിയ പേഴ്സൺ പുരസ്കാരം ലഭിച്ചത് രാജ്ദീപ് സർദേശായി. ഇന്ത്യൻ മീഡിയ പേഴ്സൺ പുരസ്കാരം ലഭിച്ചത് രാജ്ദീപ് സർദേശായി. ടൈം മാഗസിൻ കിഡ് ഓഫ് ദി ഇയർ 2025 ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് തേജസ്വി മനോജ്. ടൈം മാഗസിൻ കിഡ് ഓഫ് ദി ഇയർ 2025 ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് തേജസ്വി മനോജ്. വയോജനങ്ങളെ ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള വെബ്സൈറ്റ് വികസിപ്പിച്ച ഇന്ത്യൻ വംശജ തേജസ്വി മനോജ്. വയോജനങ്ങളെ ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള വെബ്സൈറ്റ് വികസിപ്പിച്ച ഇന്ത്യൻ വംശജ തേജസ്വി മനോജ്. APJ അബ്ദുൽ കലാം ദേശീയ പുരസ്കാരം ലഭിച്ചത് രമേശ് ചെന്നിത്തല. APJ അബ്ദുൽ കലാം ദേശീയ പുരസ്കാരം ലഭിച്ചത് രമേശ് ചെന്നിത്തല. G. ദേവരാജൻ ശക്തിഗാഥ പുരസ്കാരത്തിന് അർഹനായ ഗായകൻ MG ശ്രീകുമാർ. G. ദേവരാജൻ ശക്തിഗാഥ പുരസ്കാരത്തിന് അർഹനായ ഗായകൻ MG ശ്രീകുമാർ. സാമൂഹ്യനീതി വകുപ്പിന്റെ വയോസേവന അവാർഡുകൾ ലഭിച്ചത് ചലച്ചിത്ര നടി ഷീലയ്ക്കും ഗായിക PK മേദിനിക്കും. സാമൂഹ്യനീതി വകുപ്പിന്റെ വയോസേവന അവാർഡുകൾ ലഭിച്ചത് ചലച്ചിത്ര നടി ഷീലയ്ക്കും ഗായിക PK മേദിനിക്കും. മികച്ച സഹനടനുള്ള Emmy പുരസ്കാരം സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും പുരസ്കാര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നടനുമായ വ്യക്തി ഓവൻ കൂപ്പർ. ചിത്രം അഡോളസെൻസ്. മികച്ച സഹനടനുള്ള Emmy പുരസ്കാരം സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും പുരസ്കാര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നടനുമായ വ്യക്തി ഓവൻ കൂപ്പർ. ചിത്രം അഡോളസെൻസ്. Emmy ഗ്രാമ സീരീസിൽ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരൻ എന്ന നേട്ടം സ്വന്തമാക്കിയത് ട്രാമൽ ടിൽമാൻ. സീരീസ് സെവറൻസ്. Emmy ഡ്രാമ സീരീസിൽ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരൻ എന്ന നേട്ടം സ്വന്തമാക്കിയത് ട്രാമൽ ടിൽമാൻ. സീരീസ് സെവറൻസ്.
മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരങ്ങളിൽ തദ്ദേശ സ്ഥാപന വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത്. മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരങ്ങളിൽ തദ്ദേശ സ്ഥാപന വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത്. 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ച കവിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ വ്യക്തി ആലങ്ങോട് ലീലാകൃഷ്ണൻ. 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ച കവിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ വ്യക്തി ആലങ്ങോട് ലീലാകൃഷ്ണൻ. NK ദേശം പുരസ്കാരം ലഭിച്ച കവി വി മധുസൂദനൻ നായർ. NK ദേശം പുരസ്കാരം ലഭിച്ച കവി വി മധുസൂദനൻ നായർ. പ്രഥമ ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ച കവിയും ഗാനരചയിതാവുമായ വ്യക്തി ശ്രീകുമാരൻ തമ്പി. പ്രഥമ ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ച കവിയും ഗാനരചയിതാവുമായ വ്യക്തി ശ്രീകുമാരൻ തമ്പി. തമിഴ്നാട് സർക്കാർ നൽകുന്ന MS സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത് KJ യേശുദാസ്. തമിഴ്നാട് സർക്കാർ നൽകുന്ന MS സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത് KJ യേശുദാസ്. കർണാടക സർക്കാരിന്റെ 2025 മഹാത്മാഗാന്ധി സേവന പുരസ്കാരം ലഭിച്ച പ്രശസ്ത ചരിത്രകാരനും പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തി രാമചന്ദ്ര ഗുഹ. കർണാടക സർക്കാരിന്റെ 2025 മഹാത്മാഗാന്ധി സേവന പുരസ്കാരം ലഭിച്ച പ്രശസ്ത ചരിത്രകാരനും പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തി രാമചന്ദ്ര ഗുഹ. 2024 ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം ലഭിച്ചത് NS മാധവൻ. 2024 ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം ലഭിച്ചത് NS മാധവൻ. 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഇ സന്തോഷ് കുമാർ, തപോമയുടെ അച്ഛൻ. 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഇ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ്. PV സ്വാമി അവാർഡ് ലഭിച്ചത് K മാധവൻ. PV സ്വാമി അവാർഡ് ലഭിച്ചത് K മാധവൻ. മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് ഇ സന്തോഷ് കുമാറിനാണ്. തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് ലഭിച്ചത്. മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് ഇ സന്തോഷ് കുമാർ. കൃതി തപോമയുടെ അച്ഛൻ. സംഗീത സംവിധായകൻ ജോൺസൺ സ്മാരക പുരസ്കാരം ലഭിച്ച ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീത സംവിധായകൻ ജോൺസൺ സ്മാരക പുരസ്കാരം ലഭിച്ച ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. പ്രഥമ ഇ മലയാളി പുരസ്കാരം ലഭിച്ച എഴുത്തുകാരൻ മേതിൽ രാധാകൃഷ്ണൻ. പ്രഥമ ഇ മലയാളി പുരസ്കാരം ലഭിച്ച എഴുത്തുകാരൻ മേതിൽ രാധാകൃഷ്ണൻ. TP മാധവൻ പുരസ്കാരം ലഭിച്ചത് മധു ജഗതി ശ്രീകുമാർ. TP മാധവൻ പുരസ്കാരം ലഭിച്ചത് മധു ജഗതി ശ്രീകുമാർ. TG ഹരികുമാർ പുരസ്കാരം ലഭിച്ചത് K ജയകുമാർ. TG ഹരികുമാർ പുരസ്കാരം ലഭിച്ചത് K ജയകുമാർ. റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ഗിരീഷ് ചന്ദ്ര മുർമു. റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ഗിരീഷ് ചന്ദ്ര മുർമു. ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് ഡയറക്ടർ ജനറലായി നിയമിതനായത് പ്രവീൺ കുമാർ. ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് ഡയറക്ടർ ജനറലായി നിയമിതനായത് പ്രവീൺ കുമാർ. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ഡാനിയൽ കാറ്റ്സ്. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ഡാനിയൽ കാറ്റ്സ്. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് R വെങ്കിട്ടരമണി. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് R വെങ്കിട്ടരമണി. ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് സനെ തകായിച്ചി. ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് സനെ തകായിച്ചി. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി അധ്യക്ഷനായി നിയമിതനായത് പ്രകാശ് രാജ്. 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി അധ്യക്ഷനായി നിയമിതനായത് പ്രകാശ് രാജ്. കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് ബിൽഡത്തോണിന്റെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ശുഭാംശു ശുക്ല. കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് ബിൽഡത്തോണിന്റെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ശുഭാംശു ശുക്ല. ഇന്ത്യയിലെ അടുത്ത US അംബാസിഡറായി തെരഞ്ഞെടുത്തത് സെർജിയോ ഗോർ. ഇന്ത്യയിലെ അടുത്ത US അംബാസിഡറായി തെരഞ്ഞെടുത്തത് സെർജിയോ ഗോർ. ബയോ കണക്ട് ഇന്റർനാഷണൽ ലൈഫ് സയൻസ് കോൺക്ലേവ് നടന്നതെവിടെ? കോവളം. ബയോ കണക്ട് ഇന്റർനാഷണൽ ലൈഫ് സയൻസ് കോൺക്ലേവ് നടന്നതെവിടെ? കോവളം. ഇന്ത്യയും യുകെയും സംയുക്തമായി നടത്തിയ നാവികാഭ്യാസം കൊങ്കൺ 25. ഇന്ത്യയും യുകെയും സംയുക്തമായി നടത്തിയ നാവിക അഭ്യാസം കൊങ്കൺ 25. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം നവി മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം നവി മുംബൈ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ കർഷക ആത്മഹത്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര.
നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ കർഷക ആത്മഹത്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. ആർ. റോഷൻ രചിച്ച രത്തൻ ടാറ്റയുടെ ജീവചരിത്ര ഗ്രന്ഥം രത്തൻ ടാറ്റ ഒരു ഇന്ത്യൻ വിജയഗാഥ. ആർ. റോഷൻ രചിച്ച രത്തൻ ടാറ്റയുടെ ജീവചരിത്ര ഗ്രന്ഥം രത്തൻ ടാറ്റ ഒരു ഇന്ത്യൻ വിജയഗാഥ. വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി കെ വിസ എന്ന പേരിൽ പുതിയ വിസ ആരംഭിച്ച രാജ്യം ചൈന. വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി കെ വിസ എന്ന പേരിൽ പുതിയ വിസ ആരംഭിച്ച രാജ്യം ചൈന. വിനോദസഞ്ചാര മേഖലയിൽ വൃത്തി ഉറപ്പിക്കാൻ കേരളത്തിലെ 14 ജില്ലകളിലും കേരള ടൂറിസം വകുപ്പ് നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതി ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ. വിനോദസഞ്ചാര മേഖലയിൽ വൃത്തി ഉറപ്പിക്കാൻ കേരളത്തിലെ 14 ജില്ലകളിലും കേരള ടൂറിസം വകുപ്പ് നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതി ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ. സംസ്ഥാനത്തെ വനം റേഞ്ച് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ വനരക്ഷ. സംസ്ഥാനത്തെ വനം റേഞ്ച് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ വനരക്ഷ. കേരള മീഡിയ അക്കാദമിയുടെ അന്താരാഷ്ട്ര മാധ്യമോത്സവം നടന്നതെവിടെ? തിരുവനന്തപുരം. കേരള മീഡിയ അക്കാദമിയുടെ അന്താരാഷ്ട്ര മാധ്യമോത്സവം നടന്നതെവിടെ? തിരുവനന്തപുരം. വന്ദേ മാതരത്തിന്റെ എത്രാമത് വാർഷികമാണ് കേന്ദ്ര സർക്കാർ ആഘോഷിക്കാൻ ഒരുങ്ങുന്നത്? 150ാമത്. വന്ദേ മാതരത്തിന്റെ എത്രാമത് വാർഷികമാണ് കേന്ദ്ര സർക്കാർ ആഘോഷിക്കാൻ ഒരുങ്ങുന്നത്? 150ാമത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ഹുവാജിയാങ് ഗ്രാൻഡ് കാന്യോൺ നിർമ്മിച്ച രാജ്യം ചൈന. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ഹുവാജിയാങ് ഗ്രാൻഡ് കാന്യോൺ നിർമ്മിച്ച രാജ്യം ചൈന. ഭ്രമണപഥത്തിലുള്ള സ്വന്തം ഉപഗ്രഹങ്ങളെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ബോഡിഗാർഡ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന രാജ്യം ഇന്ത്യ. ഭ്രമണപഥത്തിലുള്ള സ്വന്തം ഉപഗ്രഹങ്ങളെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ബോഡിഗാർഡ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന രാജ്യം ഇന്ത്യ. 2025 യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരി ജിനാലി മോദി. 2025 യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം കരസ്ഥമാക്കിയ ഇന്ത്യക്കാരി ജിനാലി മോദി. സൗരയൂഥത്തിന്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച ദൗത്യം ഇന്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സലറേഷൻ പ്രോബ്. സൗരയൂഥത്തിന്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച ദൗത്യം ഇന്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സലറേഷൻ പ്രോബ്. ആൻഡമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്തു നിന്ന് 17 കിലോമീറ്റർ അകലെയുള്ള ഏത് സ്ഥലത്താണ് വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത്? ശ്രീ വിജയപുരം. ആൻഡമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്തു നിന്ന് 17 കിലോമീറ്റർ അകലെയുള്ള ഏത് സ്ഥലത്താണ് വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത്? ശ്രീ വിജയപുരം. ഒഡീഷയിൽ എവിടെ നിന്നാണ് റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത്? ബാലസോർ. ഒഡീഷയിൽ എവിടെ നിന്നാണ് റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത്? ബാലസോർ. 6 പതിറ്റാണ്ടത്തെ സേവനത്തിന് ശേഷം ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങിയ യുദ്ധവിമാനം MiG-21. 6 പതിറ്റാണ്ടത്തെ സേവനത്തിന് ശേഷം ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങിയ യുദ്ധവിമാനം MiG-21. ഇന്ത്യ പുതിയതായി നിർമ്മിക്കുന്ന ഭൂതല വ്യോമ മിസൈൽ അനന്തശസ്ത്ര. ഇന്ത്യ പുതിയതായി നിർമ്മിക്കുന്ന ഭൂതല വ്യോമ മിസൈൽ അനന്തശസ്ത്ര. ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബാരാതാങ്. ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബാരാതാങ്. ബ്രഹ്മപുത്ര നദിക്കിടയിലൂടെ തുരങ്ക റോഡ് നിർമ്മിക്കാനുള്ള പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത് കേന്ദ്ര സർക്കാർ. ബ്രഹ്മപുത്ര നദിക്കടിയിലൂടെ തുരങ്ക റോഡ് നിർമ്മിക്കാനുള്ള പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത് കേന്ദ്ര സർക്കാർ. കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആന്റി സബ്മറൈൻ വാട്ടർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആന്ത്രോത്ത്. കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആന്ത്രോത്ത്. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നതെവിടെ? ഡൽഹി. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നതെവിടെ? ഡൽഹി. വിരമിക്കൽ പ്രഖ്യാപിച്ച ഇംഗ്ലീഷ് ക്രിക്കറ്റ് ഓൾറൗണ്ടർ ക്രിസ് വോക്സ്. വിരമിക്കൽ പ്രഖ്യാപിച്ച ഇംഗ്ലീഷ് ക്രിക്കറ്റ് ഓൾറൗണ്ടർ ക്രിസ് വോക്സ്. സാഫ് അണ്ടർ 17 ഫുട്ബോളിൽ കിരീടം നേടിയത് ഇന്ത്യ. പരാജയപ്പെടുത്തിയത് ബംഗ്ലാദേശിനെ. ഷൂട്ടൌട്ടിൽ 4-1 പരാജയപ്പെടുത്തിയത്. സാഫ് അണ്ടർ 17 ഫുട്ബോൾ കിരീടം നേടിയത് ഇന്ത്യയാണ്. പരാജയപ്പെടുത്തിയത് ബംഗ്ലാദേശിനെ. ഷൂട്ടൌട്ടിൽ 4-1 പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി നിയമിച്ചത് ശുഭ്മാൻ ഗിൽ. ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി നിയമിച്ചത് ശുഭ്മാൻ ഗിൽ.
2026 ലോകകപ്പ് ഫുട്ബോളിന്റെ ഔദ്യോഗിക പന്തിന്റെ പേര് ട്രയോണ്ട. 2026 ലോകകപ്പ് ഫുട്ബോളിന്റെ ഔദ്യോഗിക പന്തിന്റെ പേര് ട്രയോണ്ട. $1 ബില്യൺ ആസ്തിയുള്ള ആദ്യ ഫുട്ബോളർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ. $1 ബില്യൺ ആസ്തിയുള്ള ആദ്യ ഫുട്ബോളർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരമായ ഇന്ത്യൻ താരം സ്മൃതി മസ്താന. ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരമായി മാറിയ ഇന്ത്യൻ താരം സ്മൃതി മസ്താന. അന്തരിച്ച ലോക പ്രശസ്ത പ്രൈമറ്റോളജിസ്റ്റും ബ്രിട്ടീഷ് പരിസ്ഥിതി പ്രവർത്തകനുമായ വ്യക്തി ഡാം ജെയിൻ ഗൂഡാൾ. അന്തരിച്ച ലോക പ്രശസ്ത പ്രൈമറ്റോളജിസ്റ്റും ബ്രിട്ടീഷ് പരിസ്ഥിതി പ്രവർത്തകനുമായ വ്യക്തി ഡാം ജെയിൻ ഗൂഡാൾ. അന്തരിച്ച ഇന്ത്യൻ പത്രപ്രവർത്തന രംഗത്തെ അധികായരിൽ ഒരാളായ വ്യക്തി TJS ജോർജ്. അന്തരിച്ച ഇന്ത്യൻ പത്രപ്രവർത്തന രംഗത്തെ അധികായരിൽ ഒരാളായ വ്യക്തി TJS ജോർജ്. അന്തരിച്ച ആരോഗ്യ സർവകലാശാല പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻദാസ്. അന്തരിച്ച ആരോഗ്യ സർവകലാശാല പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻദാസ്. ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.